إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا ولا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമുക്ക് ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് വളരെ വളരെ ചെറുതാണ്. അത് പൂർണ്ണമായും അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ അള്ളാഹുവിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് തിരിച്ചേൽപ്പിക്കാൻ പാകത്തിൽ നല്ല ഈമാനും അമലുകളുമായി ജീവിതത്തെ ധന്യമാക്കുക, അത് മറക്കാതിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളിലൂടെ ജീവിതം കൂടുതൽ മൂല്യമുള്ളതാക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അള്ളാഹുവും റസൂലുള്ളയും പഠിപ്പിക്കുന്ന ശരീഅത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും അതാണ്, ജീവിതത്തെ മൂല്യമുള്ളതാക്കുക. അങ്ങനെ മൂല്യമുള്ളതായാൽ അതിൻ്റെ നേട്ടങ്ങളും ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹു വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സൂറ യാസീനിൽ പറയുന്നത്, മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുന്നത് നാം ആകുന്നു, അല്ലാഹു ആകുന്നു. അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ പ്രതിഫലവും അതിന് അനന്തരമായി എന്തെല്ലാം സംഭവിക്കുന്നു എന്നതും അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓരോ പ്രവർത്തനവും ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇഫക്റ്റാണ് അല്ലാഹു കാണുന്നത്. ഒന്ന്, ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അതെങ്ങനെയാണ്, നന്മയാണോ പുണ്യമാണോ, അതെല്ലാം അള്ളാഹു തീരുമാനിച്ച് രേഖപ്പെടുത്തും. അതിൻ്റെ പുണ്യവും നമുക്ക് ലഭിക്കും. രണ്ടാമത്തേത് ആണ് പ്രധാനം, ആസാറഹും. ഇപ്പോൾ നാം ചെയ്തിരിക്കുന്ന പ്രവർത്തനം ചിലപ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല, ഇന്നും നാളെയും മറ്റന്നാളുമായി തീരുന്നതല്ല, നീണ്ടു നിൽക്കുന്നതാണ്. നമ്മുടെ മക്കളിലേക്ക്, പേരമക്കളിലേക്ക്, അടുത്ത തലമുറയിലേക്ക് നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാകും. ചില പുണ്യങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ ഈ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴുള്ള സ്റ്റാറ്റസും ഒരു 5-10 തലമുറയിലേക്ക് നീണ്ടു നിൽക്കുമ്പോഴുള്ള കാര്യവും അള്ളാഹു നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കും. അങ്ങനെ നമ്മളുടെ പ്രവർത്തനങ്ങൾ തലമുറയിലേക്ക് പരിക്കേൽക്കാതെ, മങ്ങലേൽക്കാതെ വെളിച്ചം വീശി നീണ്ടു നിൽക്കുവാൻ എന്തു വേണം? പ്രവർത്തനങ്ങളെ മൂല്യമുള്ളതാക്കണം എന്നാകുന്നു അതിൻ്റെ അർത്ഥം. വിലയല്ല, മൂല്യം. വില എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാഹ്യമായ ഒരു സംഗതിയാണ്. 1 കിലോ അരിക്ക് 50-60 രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൽപാദന ചെലവും അനുബന്ധമായ ചെലവുകളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് 60 രൂപ നിശ്ചയിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിന് വിലയിടേണ്ടതില്ല. അതിനു മാത്രം സംഗതികളൊക്കെ ശരീരത്തിലുള്ളൂ. കുറച്ച് ഫോസ്ഫറസും കുറച്ച് കാൽസ്യവും പൊട്ടാസ്യവും കുറച്ച് ഇരുമ്പ് അയണൊക്കെ കൂടിയാൽ കുറച്ച് വിലക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അതെല്ലാം പ്രവർത്തിക്കുന്ന ശരീരം കൊണ്ട് നാം ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, അതിന് വിലയല്ല, അള്ളാഹു കാണുന്നത് മൂല്യമാണ്. 10,000 രൂപയുടെ ഒരു മുദ്രപത്രം, സ്റ്റാമ്പ് പേപ്പർ, അത് രൂപപ്പെടുത്താൻ 10,000 രൂപ ചെലവില്ല. ചെറിയ പൈസ മാത്രമേ ചെലവുള്ളൂ. നാം കൊടുക്കുന്നത് അതിൻ്റെ വിലയല്ല, അതിൻ്റെ മൂല്യമാണ്. ആ 10,000-ൻ്റെ സ്റ്റാമ്പ് പേപ്പറിന് എപ്പോഴും 10,000-ൻ്റെ മൂല്യമുണ്ടായിരിക്കും. ഇതുപോലെ നമ്മുടെ ശരീരത്തിനുള്ള വിലയല്ല നാം കാണുന്നത്, നാം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അതാണ് മൂല്യമായി കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും വിലയായി കണ്ടതെല്ലാം നശിച്ചു പോകും. കാൽസ്യവും ഫോസ്ഫറസും ശരീരമൊക്കെ നശിച്ചു പോകും. പക്ഷേ ആത്മാവിൻ്റെ മൂല്യം അവിടെ തന്നെ ബാക്കിയുണ്ടാകും. ഇതാണ് സൂറ യാസീനിലെ ഈ മഹത്തായ ഒരു ആശയം നമ്മെ പഠിപ്പിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹു. നാം നിലകൊള്ളുന്ന ഈ മാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിലേക്കും ചേർത്തി ഈ ആശയത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ പോലെ കേവലം വിലയായിരുന്നില്ല അള്ളാഹു കണ്ടത്, പിന്നെയോ മൂല്യമായിരുന്നു. പറഞ്ഞാൽ തീരാത്ത, എഴുതിയാൽ തീരാത്ത, സംഖ്യ കൊണ്ട് നിർണയിക്കാൻ പറ്റാത്ത അതിമഹത്തായ മൂല്യം. അത് എങ്ങനെയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ. വജ്അല്ലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, പടച്ചവനെ വരാനിരിക്കുന്ന ആളുകളിൽ എനിക്ക് സൽപ്പേര് നീ ബാക്കി വെക്കണമേ എന്ന്. അദ്ദേഹം അത് പറഞ്ഞത് 5000-6000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴും ആ സൽപ്പേര് അദ്ദേഹത്തിന് വേണ്ടി ചരിത്രത്തിൽ, ഭൂമിയിൽ, നമ്മുടെ നാവുകളിലൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് വരാനിരിക്കുന്നവരിലുള്ള സൽപ്പേര്. ആ സൽപ്പേരുണ്ടാകുന്നത് നമ്മൾ പറഞ്ഞ മൂല്യമുള്ള ജീവിതം ഉണ്ടാകുമ്പോഴാണ്. ആ സൽപ്പേര് നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ മഹലിലൂടെ, നാട്ടിലൂടെ, എല്ലായിടത്തും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയേണ്ടതില്ല, അവരുടെ മനസ്സിലും അനുഭവത്തിലും അതുണ്ടാകും. ചില കാര്യങ്ങളൊന്നും അങ്ങനെ പറയേണ്ടതില്ല, സംസാരിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല, ആളുകൾക്കത് ബോധ്യമാകും. ഈ കാണുന്ന ലൈറ്റുകൾ, ബൾബ്, അത് ആരോടും സംസാരിക്കാറില്ല. അതിൻ്റെ മൂല്യം നാം എങ്ങനെ അറിയുന്നത്? ഈ പ്രകാശം കണ്ടുകൊണ്ട്. പ്രകാശം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇരുട്ടിനെ പ്രകാശമാക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്നില്ല എങ്കിലും ഈ വെളിച്ചമാണ് മൂല്യം. അതുപോലെ ഈമാനിൻ്റെ അള്ളാഹു നൽകുന്ന, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിക്കുന്ന ഈ വെളിച്ചമാണ് നമ്മുടെയും ജീവിതത്തിന് മൂല്യം നിശ്ചയിക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോയാലോ പിന്നെ പകരം മൂല്യം തരാൻ, വെളിച്ചം നൽകാൻ ആർക്കും സാധിക്കുകയില്ല. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹു ഈ പറഞ്ഞ വെളിച്ചം ഒരാൾക്ക് നൽകുന്നില്ല എങ്കിൽ പകരം വെളിച്ചം ലഭിക്കാൻ ഒരു സംവിധാനവുമില്ല. അതുകൊണ്ടാണ് സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നാം ആവർത്തിക്കുന്നത്, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ വെളിച്ചം നാം ഊതിക്കെടുത്താൻ പാടില്ല. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് എപ്പോഴും നൽകാറുണ്ടായിരുന്ന വസിയ്യത്ത് അതാണ്. ഇന്നല്ലാഹ ഖദ് അൽഖാ ഫീ ഖൽബിക നൂറൻ വലാ തുത്ഫിഉഹു ബിൽ മആസി. നിന്റെ മനസ്സിലേക്ക്
ഹൃദയത്തിലേക്ക് അല്ലാഹു തആല വെളിച്ചം നൽകിയിട്ടുണ്ട്. ഈമാനാകുന്ന, ഭക്തിയാവുന്ന, അള്ളാഹുവിനെ പറ്റിയുള്ള പേടി വെളിച്ചമായി നിന്റെ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നു. വേണ്ടാത്ത തെറ്റുകളും അനാവശ്യമായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അത് നീ ഊതിക്കെടുത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ സാന്ദർഭികമായി ആ ചരിത്രം നാം വായിക്കുമ്പോൾ, വീണ്ടും വീണ്ടും അന്വേഷിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്നത് മൂല്യമുള്ള ജീവിതം അവശേഷിപ്പിക്കുക. എല്ലാ വാക്കുകൾക്കും മൂല്യമുണ്ടാകും. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു എന്നാണ് അതിനെപ്പറ്റി ഖുർആൻ പറയുന്നത്. എല്ലാ വാക്കുകളും, നല്ല നല്ല വാക്കുകളും അള്ളാഹുവിലേക്ക് ഉയർന്നു പോവുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അമലു സ്വാലിഹാത്തുകളും അള്ളാഹു ഉടൻ അവിടെ സൂക്ഷിക്കുകയാണ്, റിസർവ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. ഒരു വാക്കും ഒരു പ്രവർത്തനവും ഫലശൂന്യമാവുന്നില്ല എന്നർത്ഥം. നമ്മുടെയൊക്കെ വാക്കുകളെയും സംസാരങ്ങളെയും നമുക്ക് തൊട്ടു നോക്കുക സാധ്യമല്ല. ആർക്കും അവനവൻ്റെ വാക്കുകളെ, സംസാരങ്ങളെ, മറ്റുള്ളവരുടെ സംസാരങ്ങളെ സ്പർശിക്കാൻ സാധ്യമല്ല. പക്ഷെ തിരിച്ച് സംഭവിക്കും. നമ്മളുടെ വാക്കുകളും സംസാരങ്ങളുമൊക്കെ മറ്റുള്ളവരെ വല്ലാതെ സ്പർശിക്കും. അവരുടെ മനസ്സിൽ എന്തെങ്കിലും ചിലത് ഈ വാക്കുകൾ ബാക്കി വെക്കും. നന്മയാണ് ബാക്കി വെക്കുന്നതെങ്കിൽ ആ വാക്കിലൂടെ, ഒറ്റ വാക്കാണെങ്കിലും നമ്മൾക്ക് ജീവിതം മൂല്യമുള്ളതായി അയാളുടെ മനസ്സിലുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലഭിച്ച ഈ മൂല്യം നമ്മൾ എപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത കമാ സ്വല്ലൈത. അതാണ് മൂല്യം. ബർക്കത്ത് നൽകണമേ എന്ന്. ബർക്കത്ത് എന്നത് ഒരു ചെറിയ സംഗതിയല്ല. വിവാഹം കഴിച്ചാൽ വധൂവരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ബാറക്കല്ലാഹു ലക്കുമ വ ബാറക്ക അലൈക്കുമ. മറ്റെല്ലാ സംഗതികളും പ്രാർത്ഥനയുണ്ട്. അര വരി മാത്രമുള്ള പ്രാർത്ഥന, പക്ഷേ അത് മതി. ആ പ്രാർത്ഥന നമുക്ക് കിട്ടുകയാണെങ്കിൽ അര വരിയല്ല, അര നൂറ്റാണ്ടല്ല, നൂറ്റാണ്ടുകളോളം നമ്മളുടെ ജീവിതത്തിൻ്റെ മൂല്യം അള്ളാഹു ഈ ഭൂമിയിൽ നിക്ഷേപിക്കും. അത് സമ്പത്തിൻ്റെ ആധിക്യമല്ല, ഭൗതിക സൗകര്യങ്ങളുടെ ആധിക്യമല്ല. സമൂഹത്തിൽ പല ആളുകൾക്കും പൈസ നന്നായി കിട്ടുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്, അയാൾ ഇപ്പോൾ നല്ല ബറക്കത്തിലാണ് എന്ന്. അതായത് അയാളുടെ കയ്യിൽ അത്യാവശ്യം പണമുണ്ട് എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. പക്ഷേ ആ പണത്തിൽ അല്ല ബറക്കത്ത്. നമുക്ക് തോന്നുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിരിക്കുന്ന ബറക്കത്ത് മറ്റൊന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ബറക്കത്ത് മറ്റൊന്നാണ്. ഈ ബറക്കത്ത് തന്നെയാണ് നമുക്കും വേണ്ടത്. അള്ളാഹുവിൻ്റെ ആ ബറക്കത്ത് അല്പമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പേടിയും വേണ്ടതില്ല. ഈ ലോകവും ഈ ലോകത്തുള്ളതും മൊത്തം കിട്ടിയാലും സമമാവാത്ത ബറക്കത്താണ് ഖീമത്തിലൂടെ, മൂല്യാധിഷ്ഠിതമായിട്ട് മൂല്യമുള്ള ജീവിതത്തിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ആ കാര്യം പറഞ്ഞു, ഖീമത്തു കുല്ലിംരിഇൻ മാ യുഹ്സിനുഹു. ഓരോ മനുഷ്യൻ്റെയും ഖീമത്ത്, മൂല്യം, അവൻ എത്രത്തോളം നന്മ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിലയല്ല, മൂല്യം. വില ചെറുതാണ്, മൂല്യം അളക്കാൻ സാധിക്കാത്തതാണ്. ആ രൂപത്തിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കനം തൂങ്ങുന്ന രൂപത്തിൽ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ട് ഓരോ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ അള്ളാഹുവിന് നമ്മളെ സമർപ്പിക്കാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത് ആ ഒരു സമർപ്പണമാണ്.
ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. പൂർണ്ണമായും അള്ളാഹുവിന് തന്നെ അങ്ങ് സമർപ്പിച്ചു, ദാനം ചെയ്തു. അതുതന്നെയാണ് നമ്മളുടെയും ജീവിതത്തിൻ്റെ മൂല്യം. അള്ളാഹുവിന് നമ്മളെ അങ്ങ് എടുത്തു കൊടുക്കാൻ പറ്റുമോ എങ്കിൽ നാം വിജയിച്ചു. പലപ്പോഴും മനുഷ്യൻ അവനെ സമർപ്പിക്കുന്നത് ഈ ദുന്യാവിലേക്കാണ്. ഇവിടെ കിട്ടുന്ന ആശ്വാസം, നേട്ടങ്ങൾ, സ്വീകാര്യത, അംഗീകാരം, ബഹുമാനം, അങ്ങനെയുള്ള സംഗതികളാണ് മനുഷ്യൻ്റെ മുഖ്യ അജണ്ട. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷേ അത് ബാക്കിയാക്കുന്നത് അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിലുള്ള 6 അടി ആഴത്തിലുള്ള ഒരു കുഴി മാത്രമായിരിക്കും നമുക്ക് വേണ്ടി ബാക്കിയാക്കുന്നത്. അതേസമയം ഇബ്രാഹിം നബി പറഞ്ഞ പോലെ അസ്ലംതു എന്ന് പറഞ്ഞ് നമ്മളെ അള്ളാഹുവിനങ്ങ് ഏൽപ്പിച്ചാലോ പകരം കിട്ടുന്നത് ഈ ആകാശവും ഭൂമിയും ഉൾക്കൊണ്ട് നിൽക്കുന്ന പ്രതിഫലമായിരിക്കും. അർളുഹസ് സമാവാതു വൽ അർള്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം നശ്വരമാണെങ്കിലും ഏതാനും മിനിറ്റ്, മണിക്കൂറുകൾ, ദിവസങ്ങൾ മാത്രമേയുള്ളൂവെങ്കിലും മൂല്യം കണക്കാക്കി ഓരോ വസ്തുവിൻ്റെയും സമയത്തിൻ്റെയും മൂല്യം അറിഞ്ഞുകൊണ്ട് നാം പ്രവർത്തിച്ചാൽ ഈ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്ന കാലത്തും അതിനേക്കാളേറെ മരിച്ചു കഴിഞ്ഞാലും തലമുറകളിലേക്ക് നമ്മളുടെ പേരും പ്രശസ്തിയും നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ ഇരട്ടി പ്രതിഫലം നമുക്ക് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വാഗ്ദാനം ചെയ്യുകയാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക, ഈമാനും അമലുസ്വാലിഹാത്തും ശക്തിപ്പെടുത്തുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ എല്ലാവിധ റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ജീവിതം നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ മൂല്യമുള്ളതാക്കുക എന്നൊരാശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിലും നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് അദ്ദേഹം കേൾപ്പിക്കുന്നത്. ഒരിക്കലൊരു ജനാസ കൊണ്ടുപോകുമ്പോൾ ആളുകളൊക്കെ അതിനെ വല്ലാതെ പ്രശംസിച്ചു. അസ്നൗ അലൈഹി ബിൽ ഖൈർ. ആ ജനാസ അയാൾ ജീവിച്ചിരുന്ന കാലത്തെ ഒരുപാട് പുണ്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ആളുകൾ നല്ലത് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നബി പ്രതികരിച്ചു, വജബത്ത്. വജബത്ത് എന്ന വാക്ക് മാത്രം, വേറെ ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം നിർബന്ധമായി കിട്ടേണ്ടത് ലഭിച്ചു കഴിഞ്ഞു എന്നൊക്കെയുള്ളൂ. മറ്റൊരിക്കൽ മറ്റൊരു ജനാസ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ആളുകൾ അയാളുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും വൈകല്യങ്ങളും അയാൾ വരുത്തിവെച്ച വിനകളൊക്കെ പറഞ്ഞ് അയാളെ ആക്ഷേപിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോഴും നബി ഇതേ വാക്ക് ആവർത്തിച്ചു, വജബത്ത്. ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നബിയെ വജബത്ത് എന്ന് താങ്കൾ പറഞ്ഞത്? അപ്പോഴാണ് രണ്ടിൻ്റെയും വിശദീകരണം വന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരെപ്പറ്റിയാണോ നന്മയും നല്ല വാക്കുകളും പറഞ്ഞത് അയാൾക്ക് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം രേഖപ്പെട്ട് കഴിഞ്ഞു. ആരെപ്പറ്റിയാണോ നിങ്ങൾ മോശമായിട്ട് ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി സംസാരിച്ചത് അയാൾക്ക് വജബത്ത് ലഹുന്നാർ, നരകവും രേഖപ്പെട്ട് കഴിഞ്ഞു. വളരെ ലളിതമായ ഒരു സംഭവത്തെ മുൻനിർത്തി ലോകത്തെ അതിവലിയ ഒരു പാഠം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ജീവിതത്തിലുള്ള മൂല്യമുണ്ടല്ലോ,
ആ മൂല്യമാണ് ഒന്നാമനെ പറ്റി റസൂലുള്ള പറഞ്ഞ വജബത്ത് ലഹുൽ ജന്ന എന്നത്. അയാളുടെ മൂല്യം മരണത്തോടുകൂടെ അവസാനിക്കുന്നില്ല, ഖബറിൽ വെക്കുന്നതോടുകൂടെ തീരുന്നില്ല, വീണ്ടും മുന്നോട്ട് പോവുകയാണ്. സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെയും പരലോകത്തും അതിന് മുമ്പായി ഈ ലോകത്തും അയാളുടെ മൂല്യം ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മൂല്യം മറക്കാതെ അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പകരം നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കണം എന്ന ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതാണ് അള്ളാഹുവിന് ഇഷ്ടം, നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന കാര്യങ്ങൾ. ഇത് രണ്ടും പറഞ്ഞ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളേണ്ട മാതൃക അല്ലെങ്കിൽ സാക്ഷികളാകുന്നു എന്ന് കൂടി പറഞ്ഞു. അത് ജീവിച്ചിരിക്കുന്ന കാലത്തും മരണാനന്തരവും. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളുടെ ഈമാനും ഇഖ്ലാസും തൗഹീദും നമസ്കാരവുമായിട്ട് ആരാധനകളിലൂടെ അള്ളാഹുവിന് വേണ്ടി നമുക്ക് സാക്ഷിയായി അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളാൻ പറ്റും. മരിച്ചു കഴിഞ്ഞാലോ നാം ചെയ്തിരിക്കുന്ന പുണ്യങ്ങളുടെ മൂല്യങ്ങൾ ആരിലേക്കെല്ലാം പ്രസരിക്കുന്നുണ്ടോ അവിടെയും യഥാർത്ഥത്തിൽ ആ ആളുകളുടെ മനസ്സിൽ നമ്മൾ ജീവിക്കുന്നു എന്നതിനോടൊപ്പം അള്ളാഹുവിന് വേണ്ടി ഷാഹിദായിക്കൊണ്ട് സാക്ഷിയായിക്കൊണ്ട് മരണാനന്തരവും നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഒരു ജീവിതമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ജീവിതത്തിന് ധാരാളം തലങ്ങളും വിശാലമായ ഏരിയകളുമുണ്ട്. ഈ വിശാലത നിർമ്മിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ പ്രവർത്തനം വളരെ ശുഷ്കിച്ചു പോവുകയും മന്ദീഭവിച്ചു പോവുകയും നാം പറഞ്ഞ ഈമാനിൻ്റെ ഈ വെളിച്ചമില്ലാത്ത ഇരുണ്ടതായി തീരുകയും ചെയ്താൽ അവിടെ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള അംഗീകാരവും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടാതിരിക്കുക, ഇഖ്ലാസും നാം സൂക്ഷിക്കുക. അത് രണ്ടും ഉണ്ടാക്കുന്ന തഖ്വ അതിനേക്കാളേറെ പ്രധാനമാണ്. ഇവയെല്ലാമാണ് ഇബ്രാഹീമി മില്ലത്തിൽ നിൽക്കുവാൻ നമുക്ക് വേണ്ട ഏറ്റവും നല്ല ലളിതമായ ക്വാളിറ്റി, യോഗ്യത. അത് ആരാധനയിലൂടെയും നല്ല വിചാരങ്ങളിലൂടെയും വൃത്തിയുള്ള മനസ്സിലൂടെയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി നമ്മൾ ജീവിക്കുക. റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ലവരായി അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന രൂപത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും പരമാവധി പൂർണ്ണമായി ചെയ്തുകൊണ്ട് അള്ളാഹു കബൂൽ ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ പടച്ചവനെ നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. അള്ളാഹു നമുക്കും കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കുമൊക്കെ മഗ്ഫിറത്ത് നൽകി അവരുടെ എല്ലാം ഖബറിടം പ്രകാശമാനമാക്കി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ആഴ്ചയിൽ അടുത്ത ദിവസങ്ങളിലായി നമ്മോട് വിട്ടുപറഞ്ഞ പല സഹോദരി സഹോദരന്മാരുമുണ്ട്. അവരെയും പ്രാർത്ഥനാപൂർവം നാം അനുസ്മരിക്കുന്നു. അള്ളാഹു അവർക്കെല്ലാം റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസമുള്ള രോഗങ്ങൾ കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിഷമിക്കുന്നവരെയും നാം പ്രാർത്ഥനയിലൂടെ ചേർത്ത് നിർത്തുക. അള്ളാഹു അവർക്കെല്ലാം ആരോഗ്യവും ആശ്വാസവും എളുപ്പവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാരി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.